ഇതിനകത്ത് പ്രശ്നം എന്താ പറഞ്ഞാ വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ എനിക്ക് പറയാൻ ചക്ക ആയതുകൊണ്ടാണ് ചക്ക എന്നുള്ള മറ്റു വേറെ എന്തെങ്കിലും ചക്ക മാങ്ങ ഇതൊക്കെ എന്റെ അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ ഇഷ്ടമുള്ള സാധനം. എന്റെ വീട്ടിൽ ഇത് കൊണ്ടുവരുമ്പോ തന്നെ ഞാൻ പറയും ഈ ചക്ക എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു സീസണാണ് ചക്കയും മാങ്ങയൊക്കെ. എന്റെ വീട്ടിലെ കട്ടിലിന്റെ അടിയിൽ ഒരു ചക്കക്കുരു ആയിരിക്കും. അത്രയും ചക്ക കഴിക്കുന്ന ആൾക്കാരാണ് എന്റെ വീട്ടില്. ഞാനാണ് വളരെ കുറച്ച് കഴിക്കുന്നത്. എന്നാൽ നമുക്ക് ഇപ്പത്തെ രീതിയിലേക്ക് വരാം. നിക്കിലേക്ക് വല്ലാണ്ട് വിശക്കണു, സൊമാറ്റോയില് ഭക്ഷണം ഓർഡർ ചെയ്തു. ഞാൻ അവനെ കൊല്ലും. അപ്പൊ ഇമാജിൻ അവൻ ആ സൊമാറ്റോക്കാരനെ ഡെലിവറി ഞാൻ സംസാരിക്കുന്നില്ല, ഞാൻ അവനെ കൊല്ലാണ്. സംസാരമൊന്നുമില്ല, എനിക്ക് വിശപ്പാണ് എന്റെ എല്ലാം. വിശക്കുമ്പോ വേറെ സംസാരം ഒന്നും ഉണ്ടാവില്ല, നേരെ പോയിട്ട് ആക്ഷൻ ആയിരിക്കും. അയൽപ്പക്കക്കാരിയായ നിക്കിലെ ഉപദ്രവിക്കുക എന്ന ലക്ഷ്യത്തോടെ നസ്ലൻ വിദേശ ഇനം നായ്ക്കുട്ടിയെ വളർത്താൻ തീരുമാനിക്കുന്നു. ആ നായ്ക്കുട്ടിക്ക് പ്രത്യേക ട്രെയിനിങ് നൽകാൻ നിക്കിലയുടെ ബദ്ധശത്രുവായ നസ്ലൻ തീരുമാനിക്കുന്നു. നിക്കിലേക്ക് പണി കൊടുക്കാൻ നായ്ക്കുട്ടിക്ക് നൽകുന്ന 3 ട്രെയിനിങ്ങുകൾ എന്തൊക്കെയായിരിക്കും? ആ നായ്ക്കുട്ടീനെ നീ ട്രെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നായ്ക്കുട്ടി ഉണ്ടെന്ന് കാണിച്ചാൽ ഞാൻ ഏരിയ വിട്ടു പോകും. നായ്ക്കുട്ടിനെ ഇടയ്ക്കിടയ്ക്ക് അടുത്ത് ഇങ്ങനെ കാണിച്ചാൽ മാത്രം മതി, ചെറുത് കാണിച്ചാൽ മതി. ഞാൻ എന്നാലും ഇടയ്ക്കിടയ്ക്ക് അവൾക്കിട്ട് പോയിട്ട് ഒന്ന് അവൾ കടിച്ചിട്ട് വാ, അല്ല അങ്ങനെ വാ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ. ശരിക്കുള്ള നസ്ലൻ അങ്ങനെ ചെയ്യില്ല. അടുത്തതായി ഞാൻ എന്റെ അടുത്ത പടത്തിന്റെ കഥ എഴുതാൻ ഞാൻ ബിഹൈൻഡ് ഏൽപ്പിക്കുന്നു. ഇത്രയും സന്ദർഭങ്ങളൊന്നും. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ ഇന്ന് നിങ്ങളാന്ന് അറിഞ്ഞിട്ട് ഇന്നലെ ഫുൾ ഉറങ്ങാതെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച്. ആരാ നിങ്ങളുടെ പ്രൊഡ്യൂസർ? പിന്നെ അതൊക്കെ നമ്മൾ പറയൂല, എന്നിട്ട് വേണം അടുത്ത ആൾക്കാരെ അത് പൊക്കിക്കൊണ്ടു പോകാൻ. അങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ചോദ്യങ്ങളാണ്. നിഖിലയുടെ അടുത്താണ്. നാട്ടിലെ റോമിയോ ആണ് നിഖിലയുടെ സുന്ദര കോമള അയൽപ്പക്കക്കാരനായ ഈ നസ്ലൻ. ഓക്കെ, അപ്പോ ഒരു സുപ്രഭാതത്തിൽ നസ്ലനെ നാട്ടിൽ നിന്നും കാണാതാവുന്നു. കേസ് അന്വേഷണത്തിനായി എത്തുന്ന പോലീസിനോട് ബദ്ധശത്രുവായ നസ്ലനെ പറ്റി നിഖില പറയുന്ന കല്ല് വെച്ച നുണകൾ നിറഞ്ഞ 3 മൊഴികൾ എന്തൊക്കെയായിരിക്കും? ഇവനെ പറ്റിയിട്ട് നുണയല്ലേ പറയണ്ട? ഇവനൊക്കെ ഞാൻ ചോദിക്കാം, എങ്ങനെയുണ്ട് ആ പയ്യൻ? നിങ്ങളുടെ അയൽവാസിയല്ലേ? ആ പയ്യന്റെ സ്വഭാവം വളരെ നല്ല സ്വഭാവവും സൽഗുണ സമ്പന്നനും. പോലീസിന്റെ നുണയല്ലേ ഞാൻ പറഞ്ഞോണ്ടിരിക്കണേ? നുണയാ പറയണ്ടത്. ഞാൻ നുണയാ പറയണേ. ആരെയാണ് പണിയേണ്ടത്? നേരത്തെ എന്റെ വീട്ടിലെ ചക്ക അവനാണ് എന്റെ വീട്ടിൽ എന്റെ പറമ്പിൽ നിന്ന് അപ്പുറത്തെ പറമ്പിലേക്ക് ചാഞ്ഞു കിടക്കുന്ന പ്ലാവിന്റെ ചക്ക അത് അവനാണ് നാടിന് വീടും നന്നായി. നിങ്ങൾ ഈ സിനിമയിൽ അയൽവക്കക്കാരായിട്ട് പുള്ളി സ്നേഹിച്ചോണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അത് അയൽ വാശി എന്നുണ്ടെങ്കിലും ഇത് സ്നേഹമാണ് ആൾക്കാരൊന്നും. എത്ര നേരം ഞങ്ങളെ ബദ്ധശത്രുക്കളാക്കണമെന്ന്. നമുക്കിവിടെ കുറച്ചേരം വഴക്കുണ്ടാക്കാം, അത് മതി. തരം കിട്ടിയാൽ തന്നെ ഉപദ്രവിക്കുന്ന നസ്ലനോട് നിഖിലയ്ക്ക് അതിയായ ദേഷ്യമാണ്. എന്നാൽ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണ് നിഖില. നിഖിലിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ആയതിനാൽ തന്റെ ഉള്ളിലെ ദേഷ്യം ഒരു പാട്ടിലൂടെ